മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് ചെല്ലുകയാണ് വാമദേവൻ എന്നിട്ട് പറയുന്നുണ്ട്, പ്രതാപനെ ഞാനൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാനായിട്ട് പോവുകയാണ്, അതുകൊണ്ട് അവനെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നതെന്നെല്ലാം പറയുമ്പോൾ, നീ എൻ്റെ മകനെ എന്ത് ചെയ്യാനാണ് പോകുന്നതെന്ന് വീണ്ടും ചോദിക്കുന്ന മുത്തശ്ശിയോട് വാമൻ പറയുന്നുണ്ട്, അവൻ്റെ നാക്ക് ശരിയല്ല, അവൻ്റെ നാക്ക് ശരിയാക്കണമെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം, എന്നാൽ മാത്രമേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ്റെ അടുത്തോട്ട് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോകുന്നു. അങ്ങനെ പ്രതാപനെ എല്ലാവരും കൂടെ പിടിച്ചു കെട്ടി തന്നെ ആ റൂമിൽ നിന്നും പുറത്ത് കൊണ്ടുവരികയാണ്. ഇത് കാണുന്ന മുത്തശ്ശി ആണെങ്കിൽ ആകെ ഭയക്കുന്നുണ്ട്. നീ എൻ്റെ മോനെ ഒന്നും ചെയ്ത് കളയരുത്, അവൻ്റെ നാക്കൊന്നും നീ പിഴുതെടുത്തേക്കരുതെന്നല്ല മുത്തശ്ശി പറയുമ്പോൾ, ചിലപ്പോൾ അതും സംഭവിക്കും, നിങ്ങളുടെ മോനെ വെറുതെ വിടാൻ പറ്റില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അവിടെ നിന്നും കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിൽ അങ്ങോട്ടേക്ക് മോഹിനി വരുന്നു. മോഹിനിയെ കാണുന്നത് വാമനൊന്ന് ഞെട്ടുന്നുണ്ട്. അങ്ങനെ മോഹിനിയോടായിട്ട് വാമൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ഭർത്താവിനെ ഒന്ന് സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് ശരിയാക്കാനായിട്ട് കൊണ്ടുപോവുകയാണെന്നെല്ലാം പറഞ്ഞ് അവിടെ നിന്നും കൊണ്ടുപോകുന്നു. അതേസമയം മോഹിനി പറയുന്നുണ്ട്, അയാൾക്കെന്താ ഈ കാര്യത്തിൽ ഇത്ര വലിയ ശുഷ്കാന്തി, അയാളെ കാണുമ്പോഴാണല്ലോ പ്രതാപേട്ടൻ ഇത്ര വയലൻ്റ് ആകുന്നത് എന്ന് ചോദിക്കുമ്പോഴും മുത്തശ്ശി എന്തോ എല്ലാം പറഞ്ഞുകൊണ്ട് മോഹിനിയുടെ നാക്ക് അടക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ മോഹിനി പറയുന്നുണ്ട്, എൻ്റെ അമ്മയെ കൊന്നത് ആരാണെന്നൊക്കെ എനിക്കറിയാം, അങ്ങനെ എന്തൊക്കെയോ വർത്തമാനങ്ങളെല്ലാം തന്നെ പ്രതാപേട്ടൻ പറയുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വായടക്കുകയാണ്. പിന്നീട് കരുണയോടായിട്ട് ഉണ്ണി പറയുന്നുണ്ട്, എന്താണെങ്കിലും നിൻ്റെ അച്ഛനെ ഒന്ന് കാണാനായിട്ട് നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന കരുണയാണെങ്കിൽ അത് തടയുന്നുണ്ട്. എന്തിനാണ് ഇപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോകുന്നത്? എൻ്റെ അച്ഛനാണെങ്കിൽ ഭ്രാന്തായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അച്ഛനെ കാണാൻ എന്താ ഇത്ര വലിയ ധൃതി എന്നെല്ലാം ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, എനിക്ക് ഒരു സംശയമുണ്ട്, ഇവിടെ വന്ന് അയാൾ എന്തോ എല്ലാം പറയാൻ ശ്രമിച്ച സമയത്ത് ആരൊക്കെയോ എന്തൊക്കെയോ പറയാതിരിക്കാനായിട്ട് ശ്രമിച്ചതായിട്ട് തോന്നി, അതുകൊണ്ട് എന്താണ് അയാൾക്ക് പറയാനുള്ളതെന്ന് എനിക്ക് നേരിട്ടൊന്ന് അറിയണമെന്ന് പറയുന്ന ഉണ്ണിയോടായിട്ട് കരുണയാണെങ്കിൽ ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മുടക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട്, ഇനി ആരും വരണ്ട, എനിക്ക് പോകാനറിയാം, തന്നെ ഞാൻ പോയി കണ്ടോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി അവിടെ നിന്ന് പോകുന്നുണ്ട്. അതേസമയം ഈ സംസാരങ്ങളെല്ലാം തന്നെ കേട്ടുകൊണ്ടിരുന്ന കണ്ണനാണെങ്കിൽ കരുണയോടായിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഉണ്ണിയെ മരുമകനല്ലേ കാണുന്നതുകൊണ്ട് എന്താണിപ്പോൾ ഒരു കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ കരുണയാണെങ്കിൽ ആകെ വല്ലാതെയാകുന്നുണ്ട്. അപ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട്, അയാളിപ്പോൾ സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് സത്യങ്ങൾ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് കരുണ കിടന്ന് ഉരുളുകയാണ്. ഇത് കാണുന്ന കണ്ണനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നു. എന്തോ കാര്യങ്ങളെല്ലാം തന്നെ കരുണ മറച്ചു വയ്ക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് കണ്ണൻ മനസ്സിലാക്കുകയാണ്. പിന്നീട് കണ്ണനാണെങ്കിൽ പഴയ കാര്യങ്ങളെല്ലാം തന്നെ ആലോചിച്ച് കിടക്കുന്നു. അങ്ങനെ ഇതിനകത്ത് വേറെ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലെല്ലാം കണ്ണനാണെങ്കിൽ സംശയമുണ്ടാകുന്നു. അങ്ങനെ അമ്മാവൻ്റെ കാര്യത്തിലും കണ്ണന് ചെറിയൊരു സംശയമുണ്ടാകുന്നു. എല്ലാ കാര്യത്തിലും അമ്മാവനൊരു ഇടങ്കോലായിട്ട് തന്നെ നിൽക്കുന്നതായിട്ട് കണ്ണൻ പലപ്പോഴായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പിറകിൽ അമ്മാവനുണ്ടോ എന്നുള്ള കാര്യവും അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് തീരുമാനിക്കുകയാണ് കണ്ണൻ. കണ്ണൻ്റെ ഈ സ്വഭാവത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെല്ലാം ഓർത്ത് മഹിയാണെങ്കിൽ വളരെയേറെ വിഷമിക്കുകയാണ്. കണ്ണൻ്റെ കൂടെയുള്ള നല്ല നിമിഷങ്ങളെല്ലാം തന്നെ മനസ്സിലോട്ട് ഓടി വരികയാണ് മഹിയുടെ. അങ്ങനെ മഹിയാണെങ്കിൽ പ്രതാപനെ കാണാനായിട്ട് തന്നെ തീരുമാനിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം കരുണാലയത്തിലെത്തുകയാണ് മഹി. അങ്ങനെ പ്രതാപനെ കാണാനായിട്ട് ചെല്ലാൻ മഹിക്കാണെങ്കിൽ പ്രതാപനെ കാണാനായിട്ട് പറ്റാതെ ആകെ വിഷമത്തിൽ തന്നെയാകുകയാണ്. കാരണം പ്രതാപനിൽ നിന്നും നേരിട്ട് തന്നെ അറിയണം കണ്ണേട്ടനോട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് മാത്രമാണ് മഹി അവിടെ എത്തുന്നത്. പിന്നീട് മോഹിനിയോട് കരഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കുന്നു. കണ്ണേട്ടൻ എന്നോട് ഇപ്പോൾ സംസാരിക്കുന്നില്ല, ഞാൻ ഫോൺ ചെയ്താൽ പോലും കണ്ണേട്ടൻ എടുക്കുന്നില്ല, എന്നെ കണ്ണേട്ടൻ വെറുക്കുമോ അമ്മേ, എന്നെ ഉപേക്ഷിക്കുമോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് മോഹിനിയുടെ നേരെ പൊട്ടിക്കരയാണ് മഹിയുടെ ഈ കരച്ചിൽ കാണുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, മോള് സമാധാനിക്ക്, കണ്ണൻ താൽക്കാലത്തേക്ക് മാത്രം മോളോട് മിണ്ടാതിരിക്കുന്നതാണ്, അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കെ, കണ്ണൻ ഒരിക്കലും മോളെ വെറുക്കാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് മോൾക്ക് ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ടിരിക്കുന്നെല്ലാം പറഞ്ഞുകൊണ്ട് മോഹിനിയാണെങ്കിൽ മഹിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. കണ്ണനാണെങ്കിൽ മഹിയെ ഇപ്പോൾ വെറുത്ത മട്ടാണെന്നുള്ള കാര്യം അനന്തുവിൽ നിന്ന് മനസ്സിലാക്കിയ വാമദേവനാണെങ്കിൽ ഒരു കാര്യം തന്നെ തീരുമാനിക്കുകയാണ്. മഹിയെ ചൊടിപ്പിച്ച് നിർത്തിക്കൊണ്ട് തന്നെ കണ്ണനെയും മഹിയും തമ്മിൽ വേർതിരിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുകയാണ് നമ്മുടെ വാമദേവൻ എന്നിട്ട് സീമന്തിനോടായിട്ട് പറയുന്നുണ്ട്, ഇതെന്താണെങ്കിലും ഒരു തുറുപ്പ് ചീട്ടാണ്, അത് ഞാൻ കത്തിച്ചുകൊണ്ടേയിരിക്കും, അവരെ തമ്മിൽ തെറ്റിക്കാൻ ഞാൻ ഈ അവസരം മുതലാക്കും, എന്നാൽ മാത്രമേ എനിക്കിതിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നെല്ലാം വാമദേവൻ സീമന്തിനോടായിട്ട് പറയുന്നു. അങ്ങനെ സീമന്തിനി പറയുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ വഴിയെ കാണാമെന്നെല്ലാം വാമദേവൻ പറയുകയാണ് സീമന്തിനിയോട്.
പിന്നീട് വാമദേവനാണെങ്കിൽ മഹിയെ ഫോൺ ചെയ്ത് വിളിക്കുകയാണ്. എന്നിട്ട് ഞാൻ പറയുന്ന സ്ഥലത്തോട്ടൊന്ന് വരാനായിട്ട് മഹിയോട് പറയുന്നു. അതും പ്രകാരം മഹിയാണെങ്കിൽ വാമദേവനെ കാണാനായിട്ട് അങ്ങോട്ട് എത്തുന്നുണ്ട്. എന്നിട്ട് വാമദേവനോടായിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, എന്താണെങ്കിലും ഇപ്പോൾ കണ്ണനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ ഒരു മട്ടാണ്. അതുകൊണ്ട് കണ്ണനാണെങ്കിൽ മഹിയോട് ഇപ്പോൾ തീരെ താല്പര്യമില്ല എന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് മഹി ഒരിക്കലും വിട്ടുകൊടുക്കരുത് കണ്ണൻ്റെ മുന്നിൽ. മഹി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് കണ്ണൻ ഇത്രയും നാൾ മിണ്ടാതിരിക്കുന്നത്? അതുകൊണ്ട് എല്ലാ കാര്യത്തിലും നല്ല ബോൾഡായിട്ട് തന്നെ നിൽക്കണം. മഹിക്കും കൂടെ അവകാശപ്പെട്ടതാണ് ആ കമ്പനിയുടെ പകുതി. അതുകൊണ്ട് ആ കമ്പനിയുടെ അവകാശം മഹി നല്ല രീതിക്ക് തന്നെ വിനിയോഗിക്കണം. അതുകൊണ്ട് അവിടെ നിന്ന് മാറ്റിയിറക്കാനുള്ള അധികാരമൊന്നും കണ്ണനില്ല. അതുകൊണ്ട് നല്ല ബോൾഡായിട്ട് തന്നെ കണ്ണൻ്റെ അടുത്ത് നിൽക്കണമെന്നെല്ലാം പറയുകയാണ് വാമദേവൻ. ഇത് കേൾക്കുമ്പോഴേക്കും മഹിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നു. എൻ്റെ കണ്ണേട്ടൻ എന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിലും അതിന് തക്കതായ കാരണങ്ങളുണ്ടായിരിക്കും. അതുകൊണ്ട് അതൊന്നും മുതലാക്കി ആരും എൻ്റെ അടുത്ത് വരണ്ട എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അവിടെ നിന്നും പോവുകയാണ് മഹി. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.